എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത ഈ വർഷത്തെ 2025 ഏറ്റവും അവസാന ദിവസത്തെ ജനുവരി 31 തീയതിത്തെ വീഡിയോയാണിത്. അപ്പോൾ ഇതോടുകൂടി ഈ വർഷം തീർന്ന് ഇനി നമ്മൾ അടുത്ത വർഷമായിരിക്കും കാണുക. അപ്പോൾ നാളെ തുടങ്ങിയിട്ട് നമ്മൾക്ക് 2026 ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും എനിക്ക് ആദ്യം പറയാനുള്ളത്, എൻ്റെ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിലും ഒരുപാട് നല്ല നല്ല കമൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ളത്. ഒത്തിരി നല്ല കമൻസ്. ഇന്നലെയും ഞാൻ കണ്ണു നിറഞ്ഞ് തന്നെയാണ് എല്ലാം വായിച്ചു തീർത്തത്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. പിന്നെ ഇത് ഞാൻ ഇന്ന് രാവിലെ ഒന്ന് എൻ്റെ ഐബ്രോ പെൻസിലൊന്ന് ഒന്ന് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇത് പഴയ ഷാർപ്പനറാണ്. ഈ ഷാർപ്പനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കൂടി പോകും ഇതിനകത്തുനിന്ന്. അതുകൊണ്ട് തന്നെ ഇത് പെൻസിലെല്ലാം ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പെൻസിലൊക്കെ ചെറുതായി പോകും കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നെടുത്ത് യൂസ് ചെയ്തതാണ് കേട്ടത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഇതുപോലത്തെ ഷാർപ്പനർ കണ്ടിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന കമൻസിൽ എഴുതണം കേട്ടോ. ഇത് പണ്ട് കിട്ടിയൊക്കെ പണ്ട് പപ്പ കൊണ്ടുവന്ന് വെച്ചിരുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് കൊണ്ടുവന്ന് വെച്ച ഒരു ഷാർപ്പനറായിരുന്നു. പിന്നെ അതങ്ങനെ അവിടെ എപ്പോഴും അതവിടെ ഉണ്ടാകും, എങ്കിലും ഉപയോഗിക്കാറില്ല. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ഒന്ന് ഷാർപ്പ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങോട്ട് വരില്ല. മറ്റേ പെൻസിലുകൾ നന്നായിട്ട് ഷാർപ്പ് ചെയ്യാൻ പറ്റും. ഇത് ടിപ്പ് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനത് മാറ്റി. പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വാക്യൂം ക്ലീനറൊക്കെ ഒന്ന് എടുത്ത് നമ്മളുടെ റൂമിൽ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇപ്പോൾ അവളുടെ രോമം കൊഴിയുന്നത് കൊണ്ട് തന്നെയും ഒരുപാട് രോമം ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒറ്റ രോമങ്ങളും പറന്നു പോകാതെ എല്ലാം കിട്ടുമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിന് ശേഷം ഞാൻ തുടക്കുകയും ചെയ്തിട്ടാ. ഇപ്പം 2 നേരം തുടക്കുന്നുണ്ട്. രാത്രിയും തുടച്ച് അതുപോലെ കാലത്തും തുടച്ച്. ഈ വാക്വം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്ത് പൂടകളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ തുടക്കുന്ന സമയത്ത് ഈ പൂട ഇങ്ങനെ കൂടിച്ചേർന്ന് വല്ല മൂലക്കൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് അത് ഡ്രൈ ആകുമ്പോൾ വീണ്ടും അത് പറന്ന് നടക്കും. പിന്നെ വീണ്ടും ഒന്ന് തുടക്കണം. കാരണം ഈ പൊടി ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു നനവുള്ള കാലൊക്കെ ചവിട്ടിയാൽ അവിടെ ഇങ്ങനെ ചെളി പോലെ ഒരു പാടുണ്ടാവും, ഒരു കാൽപ്പാടങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി നനച്ച് തുടക്കുക തന്നെ വേണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തുടക്കുകയും ചെയ്യും. ഇതാണ് അഗാരയുടെ റീജൻസി ഗാർമെന്റ് സ്റ്റീമർ. സാധാരണ നമ്മൾ തേപ്പ് വെട്ടി, അതായത് അയൺ ബോക്സ് വെച്ചിട്ട് നമ്മൾ ചുളിവ് മാറ്റുന്നത് തുണിയുടെ. പക്ഷെ അതിനേക്കാൾ ഏറെ എളുപ്പത്തിലാണ് ഇത് വെച്ച് നമുക്ക് ഡ്രസ്സിന്റെ ചുളിവുകൾ മാറ്റാൻ സാധിക്കുന്നത്. ഇതിനൊരു ടേബിളിന്റെ ആവശ്യമില്ല. ഒരു ആംഗിളിൽ നമ്മൾ വേണ്ട നമ്മളുടെ ഡ്രസ്സുകൾ നമ്മളുടെ ഒരു കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടാണെങ്കിൽ ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചുളിവുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു 45 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗാർമെന്റ് സ്റ്റീമർ 1.8 മീറ്റർ നീളത്തിൽ ഒരു കോഡ് വയറ്, മെഷറിംഗ് കപ്പ്, വാട്ടർ ടാങ്ക്, പിന്നെ ഒരു യൂസർ മാനുവൽ, ഇത്രയുമാണ് ഈ ബോക്സിൽ നമ്മൾക്ക് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഗാർമെന്റ് സ്റ്റീമറിൻ്റെ മുന്നിലുള്ള ആ ഒരു ബ്രഷ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റീമറിൻ്റെ ഈ ഒരു പവർ ബട്ടൺ ഉണ്ട്. നമ്മൾ ഈ പവർ ബട്ടൺ വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആവിയായിട്ട് വരും. ഇനി അഥവാ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ താഴേക്കാക്കിയിട്ട് ഇത് ലോക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പവർ കോഡ് 1.8 മീറ്റർ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാട്ടർ ടാങ്ക് 250 ml വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കാനുള്ള കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാക്സിമം ലെവലിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മളുടെ ഗാർമെന്റ് സ്റ്റീമറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു താഴെ ഭാഗം അവിടെ വെച്ചതിന് ശേഷം ഈ ഒരു പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതകത്തേക്ക് ഫിക്സ് ആയിട്ട് ഇരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് മുത്തുകളും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള എംബ്രോയിഡറികളൊക്കെ ഉള്ള ഡ്രസ്സുകൾ തേക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതില്ലാതെ നമ്മൾക്ക് സാധാരണ പോലെ യൂസ് ചെയ്യാം. പിന്നെ 100 ml മെഷർമെൻറ്റ് കപ്പ് തന്നിട്ടുണ്ട്. അതിനകത്ത് വെള്ളം എടുത്തിട്ട് നമുക്ക് വാട്ടർ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധജലമായിരിക്കുക. പ്യൂരിഫൈഡ് വാട്ടർ, നമ്മൾ കുടിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്ത് അതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം പ്ലഗ് ഇൻ ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗാർമെൻറ്റ് സ്റ്റീമറിൽ ഇതുപോലെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിൽ ഇതുപോലെ ഒരു ലൈറ്റ് തെളിഞ്ഞ് അത് ഓഫായതിനു ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. 45 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഈ വെള്ളം ചൂടാകുകയും ഇതുപോലെ ആവി വരികയും ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ചുളുങ്ങിയ നമ്മളുടെ വസ്ത്രങ്ങൾ ഇതുപോലെ തൂക്കിയിട്ടതിന് ശേഷം നമ്മൾ തുണിയിലേക്ക് ആ ഒരു സ്റ്റീം അടിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചുളിവുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മുത്തുകളോ ഒന്നുമില്ലാത്ത ഒരു വെറുതെ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്രഷിൻ്റെ ആവശ്യമില്ല. ചുമ്മാ ഇതുപോലെ അയൺ ചെയ്താൽ മാത്രം മതി. നമ്മൾ പുറത്തൊക്കെ പോകുന്നതാണെങ്കിലും നമുക്ക് ടേബിളില്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹാങ്കറിൽ തൂക്കിയിട്ടിട്ട് ഇതുപോലെ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് ചുളിവുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുപോലെ ബീഡ്സും സ്വീക്വൻസും എംബ്രോയ്ഡറിയൊക്കെയുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ബ്രഷ് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾക്ക് അയൺ ചെയ്യാവുന്നതാണ്. ഹെവി വർക്കുകൾ ചെയ്തിട്ടുള്ള ഗാർമെൻറ്റ്സ് നമുക്ക് സാധാരണ അയൺ ബോക്സ് വെച്ച് തേക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ ഒരു അഗാരോയുടെ റീജൻസി ഗാർമെൻറ്റ് സ്റ്റീമർ വെച്ചിട്ട് ഇതുപോലെ വർക്കുകളുള്ള ഒരുപാട് ഗാർമെൻറ്റ്സുകൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചുളിവുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഉപയോഗത്തിന് ശേഷം 1 മണിക്കൂറോളം മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം മാത്രം നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് വെച്ച് തുടച്ച് സൂക്ഷിച്ച് മാറ്റി വെക്കുക. സ്റ്റീമർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾക്ക് വീണ്ടും യൂസ് ചെയ്യുക. അതുപോലെ പവർ ഷെയർ ചെയ്യാതെ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഉപയോഗത്തിന് ശേഷം മാറ്റി വെക്കുമ്പോൾ സ്റ്റീം ഔട്ട്ലെറ്റ് തടസ്സമൊന്നുമില്ല, അതിലഴുക്ക് കരടുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മാറ്റി വെക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തേക്കാം. കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് പാചകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഷാജി മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ വിളിച്ചിന്ന് മീൻ ഉണ്ടാകുന്ന വെച്ചപ്പോൾ മീൻ എടുക്കാൻ പോയിട്ടില്ല. ഇപ്പോൾ കുറേ അധികം ദിവസം എനിക്കൊന്നും 1 മാസം തോന്നുന്നുണ്ട് ഷാജി മീൻ എടുത്തിട്ട്. കാരണം പുള്ളിയുടെ മകളുടെ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും പിന്നെ മരണത്തോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി തിരക്കില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം മീൻ കൊണ്ടുവരും. അതായത് ഞാൻ വിളിച്ചതിൻ്റെ പിറ്റേന്ന് ബുധനാഴ്ചത്തെ വീഡിയോ, ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണിത്. അപ്പോൾ ചൊവ്വാഴ്ച മീൻ കാലത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രതീക്ഷയിൽ മീനെ നോക്കി നിന്ന്. ചൊവ്വാഴ്ചയാണെങ്കിൽ പപ്പ പള്ളിയിലേക്കും പോയി രാവിലെ. പോകുന്നതിന് മുമ്പ് അപ്പം ചോദിച്ചു എന്തെങ്കിലും മേടിച്ച് തരാമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഷാജി ഇന്ന് വരും. പക്ഷേ ഷാജി വന്നില്ല. അങ്ങനെ പിന്നെ ഇന്നിപ്പോൾ തലേദിവസത്തെ സാമ്പാർ, അവിയൽ, പപ്പടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും എനിക്ക് കുഴപ്പമില്ല, അത് ഉപയോഗിക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ അത് മതി എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു പാചകത്തിന് നിന്നില്ല. ഈ വക പരിപാടികളാണ് ഞാൻ ചെയ്തത്. എൻ്റെ അലമാരി കുഴഞ്ഞും മറിഞ്ഞ് കിടക്കണമായിരുന്നു. നമ്മളുടെ ഈ ഒരു ബോക്സ് മാറ്റിയതോട് കൂടിയിട്ട് അലമാരി കുഴഞ്ഞും മറിഞ്ഞ്. അപ്പോൾ ഇത് മോളിൽ നിന്ന് റോജർ ഇപ്പോൾ പോയതിന് ശേഷം അവൻ്റെ സാധനങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇത് ഓർഗനൈസറാണ് ആ ബ്ലൂ കളറിൽ. അത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചത്. നേരത്തെയും ആ ഓർഗനൈസർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റും അത്ര അങ്ങനെ. അപ്പോൾ ഇപ്പോൾ അത് കൊണ്ടുവന്ന് ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ച് അതിൽ ഒരുവിധം വീട്ടിലിരുന്ന ഡ്രസ്സുകളെല്ലാം വെച്ച്, പിന്നെ ഒരുപാട് ഡ്രസ്സുകൾ മുകളിലിരിക്കുന്നുണ്ട്. പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഡ്രസ്സ് ഇരിക്കുന്നത്. ഒരുപാട് ഡ്രസ്സുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ സത്യത്തിൽ മറന്നു പോകും, ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കണോണ്ടേ. പിന്നീട് ഇങ്ങനെ എടുത്തു നോക്കും, അയ്യോ ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു അലമാരിയിലല്ല പല പല സ്ഥലങ്ങളിലായിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെയും ചിലതൊക്കെ അങ്ങനെ ഓർക്കില്ല. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ നമ്മൾ കൂടുതലും വീട്ടിലിടുന്ന അതൊക്കെ ആയിരിക്കുള്ളൂ കൂടുതലും വെച്ചേക്കുന്നത് കേട്ടോ. താഴെ നല്ല ഡ്രസ്സുകളൊക്കെ ഭൂരിഭാഗം മുകളിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പം ഞാനിന്ന് ഒരു ജോലികളും ഇല്ലല്ല, നമുക്ക് പാചകമൊന്നുമില്ല, ക്ലീനിങ്ങും ഇതുപോലെ ഡിക്ലട്ടർ ചെയ്യുന്ന പരിപാടികളൊക്കെ അല്ലേ ഉള്ളു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കുറച്ച് ഉള്ളി, അതായത് ചെറിയ ഉള്ളി,
വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഞാൻ റൈനും കൂടി ക്ലീൻ ചെയ്ത് അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇനി അതൊന്ന് വെള്ളം പോയി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വേഗം ഫ്രിഡ്ജിലോട്ട് വെക്കാം. പിന്നെ കുറച്ച് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ജീരകം പൊടിക്കേണ്ടായിരുന്നു, പെരിഞ്ജീരകം പൊടിക്കേണ്ടായിരുന്നു, കുരുമുളക് പൊടിക്കേണ്ടായിരുന്നു. പിന്നെ മസാലകൾ റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു, ഗരം മസാല, മുളക് പൊടി, അങ്ങനെയൊക്കെ എല്ലാം റീഫിൽ ചെയ്ത് വെച്ച്. കാരണം നമുക്ക് ഇനി ബുധനാഴ്ച നമ്മളുടെ ജോലികളൊക്കെ തുടങ്ങണം. വ്യാഴാഴ്ച കഴിക്കാനുള്ള സാധനങ്ങളുടെ പ്രിപ്പറേഷൻസ്, അതായത് 1-ാം തീയതിത്തെ അതൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് തീർത്ത് വെച്ച്. പിന്നെ ഇനി ഞാനും റയനും കൂടി വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ നേരെ ഫ്രണ്ടിൽ ഒന്ന് ഗ്രൗണ്ടിൽ കയറണം. പിന്നെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ കയറുമെന്ന് ഞാൻ ഓർത്തതില്ല. ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഈ ഒരു ഗ്രൗണ്ടിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്രൗണ്ടിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും റയൻ പറഞ്ഞു മമ്മി ഇവിടം വരെ വന്നിട്ട് പിന്നെ അപ്പുറത്തേക്കും കൂടി ഒന്ന് പോകണ്ടേ. അന്ന് നമ്മൾ പോയിട്ട് പെട്ടെന്ന് തന്നെ പോന്ന്, തിരക്കിൽ പെട്ടിട്ട് പോന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് പോകാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ ചെറിയ ഗ്രൗണ്ടിലും വലിയ ഗ്രൗണ്ടിലും ഒക്കെ ഞാൻ റയനും കൂടി അങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വഴിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ നിന്ന് നേരെ ഫ്രണ്ടിൽ വരെ നടന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കയറാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കച്ചവടക്കാർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ഞാൻ എടുത്തില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് ഇരിക്കുന്ന ഇങ്ങനത്തെ മുത്തുകൾ അത് ഇതൊക്കെയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് നോക്കിയിട്ട് അവിടെ വെച്ചാൽ പ്രായം പറയുന്നുണ്ട് എൻ്റെ അടുത്ത് മമ്മി അവിടെ മമ്മിക്ക് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് അത് മേടിക്കുന്നൊക്കെ പറയുന്നത്. ഞാൻ വേണ്ട, ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് അകത്തേക്ക് കയറിയിട്ടാ. ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്ന് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ സെലിബ്രേഷൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആർച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടാണിത്. അപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിറയെ ഫുഡ് കോർട്ടുകളും മാത്രമുള്ളത്. ഫുഡ് കഴിക്കാനായിട്ട് ടേബിളും എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇരുന്ന് കഴിക്കാം. അപ്പോൾ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. റയൻ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണേ. അപ്പോൾ അതേ ഫോറിനേഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ ടിക്കറ്റ് എടുക്കാനൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കയറിയാൽ പാട്ടുകളാണ്. ഓരോ ദിവസവും ഓരോ ബാൻഡുകൾ വന്നിട്ടുള്ള അവരുടെ പാട്ടുകളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പല പല ബാൻഡുകൾ വന്നിട്ട് അവർ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ DJ ടൈപ്പ് ഭയങ്കര വലിയ സ്പീക്കറുകളൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ തീർന്ന്, അതൊക്കെ ഒരു ആദ്യത്തെ ഒരു 3-4 ദിവസം മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സാധാരണ ഒരു കരോക്കെ സിസ്റ്റം പോലെ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അവരിരുന്ന് പാടുന്നുണ്ട് കേട്ടോ. സ്റ്റേജിൽ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല മലയാളം പാട്ടുകൾ പാടുന്നുണ്ട് കേട്ടോ. നല്ല കേട്ടിരിക്കാൻ നല്ലതാണ്. കാരണം ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ആളുകൾക്ക് ഈ പാട്ടും കേട്ട് ആസ്വദിച്ച് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ നോക്കി എന്നിട്ട് എനിക്കൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് തോന്നുന്ന രീതിക്കുള്ള ഒന്നും ഉണ്ടാകുന്നില്ല. ബ്രോസ്റ്റഡ് ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ, റോളുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും കഴിക്കണോണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ കഴിക്കാത്ത ബൺ മസ്ക ഉണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞു ബൺ മസ്കയൊക്കെ കഴിക്കണമെന്ന് എനിക്ക് ഒട്ടും തോന്നാറില്ല. അതുകൊണ്ട് തന്നെയും ഞാനത് ഉണ്ടാക്കിയിട്ടുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, ബൺ മസ്ക ഈസി ആയിട്ട് ഉണ്ടാക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീം ബണ്ണ് പോലത്തെ തന്നെ ഒരു സാധനം. അപ്പോൾ അതേ നമ്മളുടെ വീട് കണ്ടെല്ലാം നേരെ ബാക്കിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് വീട്. നമ്മളുടെ ഫ്രണ്ടിൽ നോക്കുമ്പോഴാണുള്ള ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ ഗ്രൗണ്ട് കംപ്ലീറ്റ് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സൈറ്റൊന്നും കൂടുതൽ ഇല്ല. നമ്മുടെ വീട് ശരിക്കും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ബ്ലാക്ക് കറൻറ്റിൻ്റെ ഒരു ഫ്ലേവറിലുള്ള ബൺ മസ്കയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 6 ബോറായിരുന്നു. ഒറ്റ കടി കടിച്ചോളൂ. അപ്പോൾ തന്നെ ഞാൻ അവന് കൊടുത്ത്. തീരെ മോശമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് മമ്മി ഇത് ഞാൻ ഫ്രണ്ട്സും കൂടി വന്നിട്ട് എടുത്ത് ഇവിടെ നിന്ന് മേടിച്ച് കഴിച്ചായിരുന്നു, വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെയും അവൻ മേടിക്കാൻ സമ്മതിച്ചത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ അത് മമ്മി കഴിച്ചിട്ടില്ലല്ലോ, മമ്മി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ അവന് കൊടുത്തു. ഒരു മധുരം പോലും ഇല്ലാത്ത ഒരു ബൺ മസ്കയായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷനുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. ബ്രിസ്ക്കറ്റ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇത് ഫോറിനേഴ്സൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സാധനം നമ്മളുടെ നാട്ടിലേക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുടെ നാട്ടിൽ പല സ്ഥലത്തും ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഈ പശുവിൻ്റെ
കഴുത്തിൻ്റെ താഴെ ഈ നെഞ്ചടി അങ്ങനത്തെ എന്തോ ഒരു ഭാഗമാണ് ഈ ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ. ആ സാധനമാണ് ഇതിനകത്ത് വെച്ചിട്ട് പുകച്ച് വേവിച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കിയിട്ട് അതിനകത്ത് എന്തോ സോസൊക്കെ ഇട്ടിട്ട് നമുക്ക് തരും. അപ്പോൾ അതിൻ്റെ പേരാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ വില വിവര പട്ടികയാണ് ഈ കാണുന്നത്. കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിലയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് റയൻ ഇത് നേരത്തെയും അവർ ഫ്രണ്ട്സ് വന്നിട്ട് റയനും റയൻ്റെ ഫ്രണ്ട്സും കൂടി ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ തീർന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ അവർ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സമയം. ആളുകൾ വരുന്നത് രാത്രി 1 മണി വരെയൊക്കെ ആളുകൾ വരും. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ഫില്ലായിട്ടുണ്ട്. ഇനി അത് പെട്ടെന്ന് തന്നെ തീരുട്ടോ. ഇവർ ഇത് സമയം കഴിയുന്നതിന് മുമ്പേ ഇത് തീർന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സാധനം റയൻ മേടിച്ച് എനിക്കിത് കാണുന്നതേ എനിക്കിഷ്ടമല്ല. നമ്മൾ പല പല വീഡിയോകളിലൊക്കെ നമ്മളുടെ നാട്ടുകാർ വിദേശത്ത് താമസിക്കുന്നവരൊക്കെ ഇത് ചെയ്ത് ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ അത് കാണുന്നതേ എനിക്കിഷ്ടമല്ല. എനിക്ക് അങ്ങനെ കഴിക്കണം ഒട്ടും ഇഷ്ടമല്ല. എങ്കിലും നിർബന്ധമായിട്ട് റയൻ എനിക്ക് വായിലൊരു ഇത്തിരി എടുത്ത് വെച്ച് തന്ന്. പക്ഷേ അതൊരൊറ്റ ഇത് മാത്രമേ ഞാൻ കഴിച്ചോളൂ. അയ്യോ എനിക്ക് വേണ്ടായേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കളഞ്ഞു. എനിക്ക് ഒട്ടും തന്നെ എനിക്ക് പറ്റണ്ടായിരുന്നില്ല അത് കഴിച്ചിട്ട്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നി എനിക്കത് കഴിച്ചിട്ട്. കാരണം ചുമ്മാ അതിങ്ങനെ കൂടുതലൊന്നും വെന്തിട്ടുണ്ടാവില്ല ശരിക്കും. ഇതിൻ്റെ വേവ് പല തരത്തിൽ ഇങ്ങനെ എടുക്കും. അത് ആ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നടുക്ക് കൂടുതൽ പിങ്ക് കളർ ഇങ്ങനെ വിസ്താരമായിട്ട് പിങ്ക് കളറിൻ്റെ ഇതുണ്ടെങ്കിൽ കൂടുതൽ വെന്തിട്ടില്ല. പിങ്ക് കളറിൻ്റെ ആ ഒരു റൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് വരണമെങ്കിൽ കൂടുതൽ വെന്തിട്ടുള്ളതാണ്. അതിനൊക്കെ ഓരോ പേരുകളും ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടും കൂടിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്കതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. ഇവനതവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ സോസുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കണം. പിന്നെ ഒരു ക്യാപ്പിച്ചീനോയും എടുത്തിട്ടുണ്ട്. ക്യാപ്പിച്ചീനോ ഞാൻ കഴിച്ച്, കുറച്ച് അവനും കഴിച്ച്, ഇത് അവൻ മാത്രം കഴിച്ചേട്ടാ. അപ്പോൾ ആ ഒരു കുഞ്ഞ് ഇതിന് 250 രൂപ. പക്ഷേ ഇത് എറണാകുളത്തൊക്കെ ഉണ്ട്. അതിന് ഭയങ്കര വില കൂടുതലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് അധികം വിലയില്ല, നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ദേ സാവധാനം ആ ഗ്രൗണ്ടിൽ എങ്ങനെ കറങ്ങി നടക്കണേന്. ഇപ്പോൾ ഇവിടുത്തെ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളേ, ആളുകൾ വരാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായി പോകും. അപ്പോൾ തിരക്കിന് മുൻപേ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം ആ തിരക്കിൽ പെട്ട ഓർമ്മ ഇപ്പോഴും പേടിപ്പെടുത്തുന്നതാണ്. നമ്മൾ 25-ാം തീയതി ഈ മഴമരം കാണാൻ ഇറങ്ങിയപ്പോഴുള്ള ആ ഒരു തിരക്കേ, അത് ഭയങ്കര ഒരു തിരക്കായിരുന്നു. അത് പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു കമൻസിൽ ഒരു ഫോറിനേഴ്സിൻ്റെ ഇത് ചാനലിൽ നമ്മളുടെ വഴിയിലൂടെയൊക്കെ അവർ പോകുന്നത് ഈ തിരക്ക് കാണിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. 25-ാം തീയതിത്തെ തിരക്ക്, ക്രിസ്മസ് ഡേ. അപ്പം ഞാൻ ആ ചാനലിൽ ആ കുട്ടി പറഞ്ഞനുസരിച്ച് എടുത്ത് നോക്കി. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ അവർ പോകുന്നുണ്ടെങ്കിലും നമ്മളുടെ വീടിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് അവരവിടെ അവിടെ എഡിറ്റ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ വീടാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഇപ്പുറത്തെ വീടുകൾ കാണാം. നമ്മളുടെ വീടിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ തിരക്കും എല്ലാ കാര്യങ്ങളും അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ ആ ഫോറിനേഴ്സിൻ്റെ ചാനലിൻ്റെ പേര് ഷോർട്ട് ലെഫ്റ്റ് ട്രാവൽസ് എന്നാണ് കേട്ടോ. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീസെൻ്റ്ലി ഇട്ടൊരു വീഡിയോ നമ്മളുടെ ഈ തിരക്കും കാര്യങ്ങളും ഫോട്ടോ വെച്ചൊക്കെയാണ് അവർ ഇട്ടേക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, വളരെ ബുദ്ധിപൂർവ്വം ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്. ചിലപ്പോൾ അനുഭവത്തിലുള്ള കമൻ്റ് ആയിരിക്കാം. അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാരണം ഇപ്പോൾ നമ്മളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി പ്രയോജനപ്പെടാനാണ്. ദാമ്പത്യ ജീവിതം ഒരുവിധം കഴിഞ്ഞവർക്ക് ഇത് ഉപകാരപ്രദമല്ല. അപ്പോൾ ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ വിവാഹത്തിലേക്ക് കടന്ന് ഒരു കുഞ്ഞ് 2 കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ കമൻറ്റിട്ട് ആളിനെ ഒന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് ഒന്നെടുത്ത് നോക്കി. ഇപ്പോൾ കുറേ കമൻറ്റ് ഉള്ളതുകൊണ്ട് ആ കമൻറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലതുകൊണ്ട് പേരും എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എഴുതിയത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ കേട്ടോ. അപ്പോൾ ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജനിച്ച കാലം തുടങ്ങി ഈ മക്കളുടെ വിവാഹം വരെ നമ്മൾ ജീവിച്ച ആ ഒരു
എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൻ്റെ ആകത്തുകയാണ് നമ്മളുടെ മക്കളുടെ വിവാഹ സമയം നമുക്ക് കിട്ടുക. കാരണം ഒരു വിവാഹം അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, ആലോചനകൾ തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ ഭാഗത്ത് എന്തൊക്കെ വീഴ്ച വന്നു പോയി എന്നുള്ളത്. കാരണം അത്രയും നാൾ നമ്മൾ അറിയുന്നില്ല, നമ്മളുടെ രക്തത്തിളപ്പിൽ നമ്മൾ ഓടി നടന്ന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത് നമ്മൾ പോലും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ശ്രദ്ധയോടെ ജീവിച്ച് വന്നാലാണ് ഈ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിവാഹാലോചനകളൊക്കെ വന്ന് കിട്ടുള്ളൂ നമ്മളുടെ മക്കൾക്ക്. അത് മനസ്സിലാക്കുമ്പോൾ താമസിച്ചു പോയി. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു ഫലം അപ്പോഴാണ് നമ്മൾ അനുഭവിക്കുക. അത് നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയാണെങ്കിൽ ചീത്തയുമായ കാര്യങ്ങളായിരിക്കുള്ളൂ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ആ പുള്ളിക്കാരി കമൻസിൽ എഴുതിയിരുന്നത്. അത് വളരെയധികം സത്യമാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല, നമ്മൾ ഓരോ പ്രവൃത്തികളും ഒരാളോട് മോശമായി പെരുമാറുമ്പോൾ അവർ നമ്മളുടെ ആരുമല്ല, നമ്മളങ്ങനെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, അവരെ നമ്മളിനി ഒരിക്കലും കാണാൻ പോകുന്നില്ല എന്നെല്ലാം നമ്മൾ ചിന്തിച്ച് ചില ആളുകളോട് ചിലപ്പോൾ ചില വാക്കുകൾ മോശമായി ഉപയോഗിക്കുകയും ഒരിക്കലും ഇനി നമ്മൾ അവർ കാണൂല, നമ്മൾ അവരുടെ ആരുമല്ല എന്നൊക്കെ വിചാരിച്ച് പോലും നമ്മൾ ചില സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കുഞ്ഞു നമ്മൾ ശ്രദ്ധിക്കാത്ത കുഞ്ഞു കാര്യങ്ങൾ വരെ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ മക്കൾക്കൊരു വിവാഹാലോചന വരുമ്പോൾ ഇല്ലേ, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കുള്ള തടസ്സങ്ങളൊക്കെ വന്ന് വീഴാൻ പോണത്. അപ്പോഴാണ് നമ്മൾ അറിയണത്, അയ്യോ നമ്മൾ ജീവിതത്തിൽ എന്തോരം ശ്രദ്ധിച്ചാലാണ് നമ്മളുടെ മക്കളുടെ വിവാഹം ഭംഗിയായി നടക്കുക, നല്ലൊരു പങ്കാളിയെ കിട്ടുക, നല്ലൊരു കുടുംബത്തെ നമ്മളുടെ മക്കൾക്ക് കിട്ടുക എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി താമസിച്ച് പോയി കാണും. അപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്നത് ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് അത് പറയണമെന്ന് തോന്നിയത്. എൻ്റെ ആദ്യകാല ചാനലിൻ്റെ ആ ഒരു വീഡിയോകളൊക്കെ ഉണ്ട്. ആ വീഡിയോകളിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. നമ്മളുടെ ഓരോ കാൽവെപ്പും വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത്. നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ആ ഒരു ആരും കാണില്ല എന്ന് വിചാരിച്ചൊക്കെ ചെയ്യുന്ന ചില തെറ്റുകൾ എവിടെയെങ്കിലും രണ്ട് കണ്ണുകൾ അത് കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇങ്ങനെയുള്ള സമയത്ത് പൊങ്ങി വരും. അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി നമ്മളുടെ ബലഹീനതകൾ മാക്സിമം നമ്മൾ അടക്കി പിടിച്ച് ജീവിച്ചില്ലെങ്കിൽ പിന്നീട് കണ്ണീരൊഴുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ മക്കളുടെ അവസ്ഥയിലേക്ക് വരും, നമ്മളുടെ മക്കളുടെ ഭാവി അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരിക്കുള്ളൂ ഇതിൻ്റെയൊക്കെ പരിണിത ഫലം നമുക്ക് കിട്ടുക. അപ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം ദമ്പതികൾ ജീവിക്കുക. ദമ്പതികൾ മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും വളരെ ശ്രദ്ധാപൂർവം ഓരോ കാൽവെപ്പുകളും നമുക്കെപ്പോഴും നിവർന്ന് നിൽക്കാൻ സാധിക്കണം. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തോ വേണമെങ്കിലും പറഞ്ഞോ, ഞാനങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മളുടെ തല കുമ്പിട്ട് പോകും. അപ്പോൾ അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ തല കുമ്പിടാതെ നിവർന്ന് നമ്മൾ നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഈ പുതിയ വർഷം തുടങ്ങുമ്പോൾ ഇതാകട്ടെ നിങ്ങളുടെ ഒരു റെസൊല്യൂഷൻ എല്ലാവരുടെയും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മക്കൾക്കൊരു ദോഷം വരാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ പപ്പയുടെ അമ്മ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പറഞ്ഞു. കാരണം അവരുടെ ജീവിതങ്ങളും അവരുടെ കണ്ട പല ജീവിതങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾക്കത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് വലിയൊരു ഇഷ്ടമൊന്നും തോന്നില്ല, പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ പറഞ്ഞ വാക്കുകൾക്കൊക്കെ എത്ര വലിയ അർത്ഥങ്ങളുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ വളരെയധികം ശ്രദ്ധാപൂർവം കെയർ ചെയ്തൊക്കെ നോക്കിയിട്ടുള്ളതാണ് പപ്പയുടെ അമ്മ. ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. എന്നെ എങ്ങും വിടൊന്നുമില്ല, എപ്പോഴും വളരെ കെയറിങ് ആണ്. അങ്ങനെ കൂടുതൽ കെയറിങ് എന്നെ ചെയ്യുന്നത് പോലും എനിക്ക് ഇഷ്ടമുണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഞാനത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും എന്നെ കെയർ ചെയ്ത് വെച്ച് സൂക്ഷിച്ച് കൊണ്ടു നടന്നെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഭർത്താവ് കൂടെ ഇല്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊന്നും വരരുത്, എൻ്റെ ആ ചെറുപ്പത്തിൻ്റേതായ ഒരു മോശം എനിക്ക് വരരുത് എന്നെല്ലാം ചിന്തിച്ചിട്ടാണ് അവരെന്നെ കെയർ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എനിക്ക് പപ്പയുടെ അപ്പച്ചനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സ്നേഹവും ബഹുമാനവും കൊണ്ട് എന്നെ പൊതിഞ്ഞു കൊണ്ടു നടന്ന ഒരാളാണ് പപ്പയുടെ അപ്പച്ചൻ. അത് പറയുമ്പോഴും ഞാൻ വളരെയധികം ഇമോഷനാകും. അപ്പോൾ അമ്മയുടെ ഒരു റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശാസിച്ചും എന്നോട് ഉപദേശങ്ങൾ തന്നും എനിക്ക് എനിക്കൊരു വെറുപ്പ് തോന്നും. അയ്യോ എന്നെ എന്തിനാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷേ അതിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിന്ന് നിവർന്ന് നിന്ന് ജീവിക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്.
അമ്മയുടെ ആ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് കട്ടിയായിരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അന്ന് തോന്നിയ ബുദ്ധിമുട്ടെല്ലാം ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നതായിട്ട് മാറി എന്നുള്ളതാണ് എനിക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഈ വർഷത്തെ വീഡിയോയിൽ എനിക്കിതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ എല്ലാവരും പുതിയൊരു വർഷത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവം ഞങ്ങൾ ജീവിക്കും എന്നുള്ള ഒരു റെസൊല്യൂഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളുടെ മക്കളെ ഓർക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു തെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളുടെ മക്കളുടെ മുഖം ഓർക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ആ പിള്ളേർ ചെറുതല്ലേ, അവർക്ക് കുഴപ്പമില്ല, പക്ഷെ അവർ വലുതാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കണ്ണുകൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാണാൻ 2 കണ്ണുകൾ എവിടെയെങ്കിലും ഉണ്ട്. ആ 2 കണ്ണുകൾ മതി നാട് മുഴുവൻ ഇതറിയാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് നമ്മളുടെ മക്കൾ വലുതായി വലിയ ആളുകളായി കഴിയുമ്പോൾ അവർക്ക് മറ്റു പലരിൽ നിന്നും ഇങ്ങനെയുള്ള പല മോശമായ കാര്യങ്ങൾ അറിയേണ്ടി വരുമ്പോൾ ആ കുട്ടികൾ എന്തുമാത്രം ആളുകളുടെ മുന്നിൽ തലകുമ്പിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ കണ്ടു വേണം നമ്മൾ ഓരോ കാൽവെപ്പും. മനുഷ്യർ ബലഹീനരാണ്, അതിന് ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു ബലഹീനതയെ മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മളുടെ മക്കളുടെ മുഖമൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവുക. അവർ വലുതാകുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെയുള്ള ഒരു കല്യാണോലോചന വരുമ്പോൾ പഴയ കാര്യങ്ങളായിരിക്കുള്ളൂ കുത്തിപ്പോക്കി ആളുകൾ കൊണ്ടുവന്ന് മുന്നിലിടുക. ഒരിക്കലും നമ്മൾ ചിന്തിച്ച് നമ്മൾ മറന്ന് അങ്ങോട്ട് ഒരിക്കലും ഓർക്കാത്ത കാര്യങ്ങളായിരിക്കുള്ളൂ. അത് പുതുമയോടുകൂടി ആയിരിക്കുള്ളൂ മുന്നിൽ വന്ന് വീഴുക. അപ്പോൾ അതിലൂടെ നമ്മളുടെ മക്കൾക്ക് ദോഷം വരുന്ന സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ പോയിട്ട് വന്നപ്പോൾ പപ്പയ്ക്ക് ഒരു ഇത്തിരി കപ്പലണ്ടി അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുവന്നതാണ്. പപ്പ വേറൊരു സാധനങ്ങളും കഴിക്കില്ല. അപ്പം ഞാനും റൈനോ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെ വന്ന് അതൊന്നും വാങ്ങിച്ചുകൊണ്ടുവന്ന പപ്പ കഴിക്കൂല. അതുകൊണ്ട് നമ്മൾ കപ്പലണ്ടിയൊക്കെ ഓക്കെയാണ്, കപ്പലണ്ടിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇന്ന് കറിയൊന്നും വെച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഏതായാലും പപ്പക്ക് മാത്രമേ ഇന്നിപ്പോൾ ഊണ് കൊടുക്കേണ്ടതുള്ളൂ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിക്കുന്നില്ല, ഞങ്ങൾ കഴിച്ചതല്ലേ. അപ്പോൾ ദാ 2025 ഏറ്റവും ലാസ്റ്റ് 31 ഡിസംബറിലെ വീഡിയോ ഇവിടെ വെച്ച് വായൻ്റെ പേരിൽ നമുക്ക് അടുത്ത വർഷം വീണ്ടും കാണാം. താങ്ക്